ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 4ാമത്തെ മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട 100 ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ബോവാസ് എഫ്രാത്തയിൽ ഐശ്വര്യവാനാകട്ടെ എന്ന് ശ്രേഷ്ഠന്മാരും മറ്റാരുമാണ് പറയുന്നത്? എ. നഗര കവാടത്തിലുള്ളവരും, ബി. അയൽവാസികളും, സി. നഗര കവാടത്തിൽ നിന്നിരുന്നവരും, ഡി. നഗര കവാടത്തിൽ ഇരുന്നവരും. ഉത്തരം സി. നഗര കവാടത്തിൽ നിന്നിരുന്നവരും. ചോദ്യം 2. എന്നെ ഡാഷ് എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത്. പൂരിപ്പിക്കുക. എ. നവോമി, ബി. അനുഗ്രഹീത, സി. സന്തുഷ്ട, ഡി. ഭാഗ്യവതി. ഉത്തരം എ. നവോമി. ചോദ്യം 3. ബോവാസ് എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? എ. എഫ്രാത്തയിൽ, ബി. ബെത്ലഹേമിൽ, സി. ജെറുസലേമിൽ, ഡി. യൂദയായിൽ. ഉത്തരം ബി. ബെത്ലഹേമിൽ. ചോദ്യം 4. ആരാണ് ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയെന്ന് നവോമി പറയുന്നത്? എ. പരിചാരിക, ബി. ഭൃത്യൻ, സി. ഓർഫ, ഡി. റൂത്ത്. ഉത്തരം സി. ഓർഫ. ചോദ്യം 5. സന്തുഷ്ട എന്ന് അർത്ഥം വരുന്ന ഒരു പേര് ഏത്? എ. ഹന്ന, ബി. നവോമി, സി. സൂസന്ന, ഡി. റൂത്ത്. ഉത്തരം ബി. നവോമി. ചോദ്യം 6. നവോമിയുടെ പുത്രന്മാരുടെ പേര് എന്ത്? എ. ഹോഫ്നി, ഫിനെഹാസ്, ബി. മഹ്ലോൻ, കിലിയോൻ, സി. ഫിനെഹാസ്, കിലിയോൻ, ഡി. മഹ്ലോൻ, ഫിനെഹാസ്. ഉത്തരം ബി. മഹ്ലോൻ, കിലിയോൻ. ചോദ്യം 7. ആരുടെ കാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? എ. രാജാക്കന്മാരുടെ, ബി. സാവൂളിൻ്റെ, സി. ദാവീദിൻ്റെ, ഡി. ന്യായാധിപന്മാരുടെ. ഉത്തരം ഡി. ന്യായാധിപന്മാരുടെ. ചോദ്യം 8. എപ്പോൾ ഞെട്ടിയുണർന്നപ്പോഴാണ് കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നതായി ബോവാസ് കണ്ടത്? എ. പ്രഭാതത്തിൽ, ബി. അതിരാവിലെ, സി. അർദ്ധരാത്രിയിൽ, ഡി. സൂര്യൻ ഉദിച്ചപ്പോൾ. ഉത്തരം സി. അർദ്ധരാത്രിയിൽ. ചോദ്യം 9. അധ്യായവും വാക്യവും ഏത്? അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാപെറുക്കി തൻ്റെ അമ്മായിയമ്മയോടൊത്തു ജീവിച്ചു. എ. റൂത്ത് 1:25, ബി. റൂത്ത് 2:23, സി. റൂത്ത് 4:13, ഡി. റൂത്ത് 4:20. ഉത്തരം ബി. റൂത്ത് 2:23. ചോദ്യം 10. അധ്യായവും വാക്യവും ഏത്? അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ പറഞ്ഞു തരും. എ. റൂത്ത് 3:4, ബി. റൂത്ത് 4:5, സി. റൂത്ത് 2:6, ഡി. റൂത്ത് 3:7. ഉത്തരം എ. റൂത്ത് 3:4. ചോദ്യം 11. എന്ത് വർദ്ധിക്കുമ്പോഴാണ് വ്യസനവും വർദ്ധിക്കുന്നത്? എ. ദുഃഖം, ബി. അറിവ്, സി. ഉത്കണ്ഠ, ഡി. മനോവേദന. ഉത്തരം ബി. അറിവ്. ചോദ്യം 12. വാക്കുകൾ ഏറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എ. അഹങ്കാരമേറുന്നു, ബി. ഭോഷത്വമാകുന്നു, സി. മൂഢജൽപ്പനമാകുന്നു, ഡി. തെറ്റുകളേറുന്നു. ഉത്തരം സി. മൂഢജൽപ്പനമാകുന്നു. ചോദ്യം 13. സഭാപ്രസംഗകൻ 4:7 പ്രകാരം മിഥ്യ കണ്ടതെവിടെ? എ. സൂര്യന് താഴെ, ബി. സൂര്യന് മേലെ, സി. സൂര്യന് കീഴെ, ഡി. മനുഷ്യൻ്റെ അധ്വാനത്തിൽ. ഉത്തരം സി. സൂര്യന് കീഴെ. ചോദ്യം 14.
എല്ലാ അധ്വാനവും എല്ലാ മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. പൂരിപ്പിക്കുക. എ അറിവും, ബി സമ്പത്തും, സി പരിശ്രമവും, ഡി വൈദഗ്ധ്യവും. ഉത്തരം ഡി വൈദഗ്ധ്യവും. ചോദ്യം 15. പൊള്ളവാക്കുകൾ വർദ്ധിക്കുന്നത് എപ്പോൾ? എ അഹങ്കാരമേറുമ്പോൾ, ബി സ്വപ്നങ്ങളേറുമ്പോൾ, സി ഭോഷത്വമേറുമ്പോൾ, ഡി സ്വാർത്ഥതയേറുമ്പോൾ. ഉത്തരം ബി സ്വപ്നങ്ങളേറുമ്പോൾ. ചോദ്യം 16. കൺമുൻപിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് എന്തിനേക്കാൾ നല്ലത്? എ സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ, ബി കഠിനാധ്വാനത്തേക്കാൾ, സി സ്വപ്നങ്ങളിൽ അലയുന്നതിനേക്കാൾ, ഡി ഭാവനയിൽ അലയുന്നതിനേക്കാൾ. ഉത്തരം എ സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ. ചോദ്യം 17. സഭാപ്രസംഗകൻ ജെറുസലേമിൽ രാജാവും ആരുടെ പുത്രനും എന്നാണ് പറയുന്നത്? എ സോളമൻ്റെ, ബി അബ്രാഹത്തിൻ്റെ, സി ദാവീദിൻ്റെ, ഡി സാവൂളിൻ്റെ. ഉത്തരം സി ദാവീദിൻ്റെ. ചോദ്യം 18. ഭോഷനെപ്പോലെ തന്നെ ആർക്കും ശാശ്വത സ്മരണ ലഭിക്കുന്നില്ല. എ രാജാവിനും, ബി സമ്പന്നനും, സി ജ്ഞാനിക്കും, ഡി അഹങ്കാരിക്കും. സി ജ്ഞാനിക്കും. 19. ചോദ്യം 19. അധ്വാനം എന്തെന്നാണ് സഭാപ്രസംഗകൻ 2:23 പറയുന്നത്? എ വ്യർത്ഥം, ബി ദുഃഖസങ്കുലം, സി മിഥ്യ, ഡി ദുഃഖപൂരിതം. ഉത്തരം ബി ദുഃഖസങ്കുലം. ചോദ്യം 20. ആരെയെല്ലാം ദൈവം വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? എ മനുഷ്യരെയും മൃഗങ്ങളെയും, ബി അഹങ്കാരിയെയും ദുഷ്ടനെയും, സി നീതിമാനെയും ദുഷ്ടനെയും, ഡി നീതിമാനെയും പാപിയെയും. ഉത്തരം സി നീതിമാനെയും ദുഷ്ടനെയും. ചോദ്യം 21. ആരാണ് ഇരുട്ടിൽ നടക്കുന്നത്? എ പാപി, ബി തിന്മ പ്രവർത്തിക്കുന്നവൻ, സി ഭോഷൻ, ഡി അഹങ്കാരി. ഉത്തരം സി ഭോഷൻ. ചോദ്യം 22. സമാനവാക്യം ഏത്? സഭാപ്രസംഗകൻ 6:12. എ 1 ദിനവൃത്താന്തം 29:15, ബി ലൂക്ക 10:1, സി 1 ദിനവൃത്താന്തം 29:18, ഡി ഹെബ്രായർ 2:4. ഉത്തരം എ 1 ദിനവൃത്താന്തം 29:15. ചോദ്യം 23. സമാനവാക്യം ഏത്? സഭാപ്രസംഗകൻ 3:20. എ ലൂക്ക 12:20, ബി റോമ 11:34, സി ഉൽപ്പത്തി 2:7, ഡി ഉൽപ്പത്തി 2:8. ഉത്തരം സി ഉൽപ്പത്തി 2:7. ചോദ്യം 24. അധ്യായവും വാക്യവും ഏത്? ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയേക്കാളും ഉത്തമം. എ സഭാപ്രസംഗകൻ 3:11, ബി സഭാപ്രസംഗകൻ 4:7, സി സഭാപ്രസംഗകൻ 5:12, ഡി സഭാപ്രസംഗകൻ 4:6. ഉത്തരം ഡി സഭാപ്രസംഗകൻ 4:6. ചോദ്യം 25. എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് യേശു എവിടെയാണ് താമസിച്ചത്? എ ബഥാനിയായിൽ, ബി ഗലീലിയിൽ, സി കഫർനാമിൽ, ഡി സമരിയായിൽ. ഉത്തരം ബി ഗലീലിയിൽ. ചോദ്യം 26. എന്തു ചോദിച്ചുകൊണ്ടാണ് യഹൂദർ യേശുവിനെ തിരക്കിയത്? എ ഇവൻ തന്നെയാണോ ക്രിസ്തു, ബി പ്രവാചകൻ എവിടെ, സി അവൻ ആരാണ്, ഡി അവൻ എവിടെ. ഉത്തരം ഡി അവൻ എവിടെ. ചോദ്യം 27. ആളുകൾ യേശുവിനെപ്പറ്റി പരസ്യമായി സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ട്? എ പുരോഹിതരെ ഭയന്ന്, ബി ജനങ്ങളെ ഭയന്ന്, സി ഫരിസേയരെ ഭയന്ന്, ഡി യഹൂദരെ ഭയന്ന്. ഉത്തരം ഡി യഹൂദരെ ഭയന്ന്. ചോദ്യം 28. ആരുടെ മഹത്വം അന്വേഷിക്കുന്നവനാണ് സത്യവാൻ?
എ തന്നെ അയച്ചവൻ്റെ, ബി ദൈവത്തിൻ്റെ, സി കർത്താവിൻ്റെ, ഡി തന്നെ സൃഷ്ടിച്ചവൻ്റെ. ഉത്തരം എ തന്നെ അയച്ചവൻ്റെ. ചോദ്യം 29. ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? ആരാണ് ഇത് ചോദിച്ചത്? എ സദുക്കായർ, ബി യൂദാ നിവാസികളിൽ ചിലർ, സി ജെറുസലേമിലെ ജനങ്ങൾ, ഡി ജെറുസലേം നിവാസികളിൽ ചിലർ. ഉത്തരം ഡി ജെറുസലേം നിവാസികളിൽ ചിലർ. ചോദ്യം 30. ഇവൻ തന്നെയാണ് ഡാഷ്. ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? പൂരിപ്പിക്കുക. എ ദൈവപുത്രനെന്ന്, ബി ദാവീദിൻ്റെ പുത്രനെന്ന്, സി ക്രിസ്തുവെന്ന്, ഡി രക്ഷകനെന്ന്. ഉത്തരം സി ക്രിസ്തുവെന്ന്. ചോദ്യം 31. ജനക്കൂട്ടം യേശുവിനെക്കുറിച്ച് പിറുപിറുക്കുന്നത് കേട്ടത് ആര്? എ ശിഷ്യന്മാർ, ബി ഫരിസേയർ, സി അധികാരികൾ, ഡി പുരോഹിതർ. ഉത്തരം ബി ഫരിസേയർ. ചോദ്യം 32. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും യേശുവിനെ ബന്ധിക്കാൻ ആരെയാണ് അയച്ചത്? എ കാവൽക്കാരെ, ബി പടയാളികളെ, സി സേവകരെ, ഡി ദേവാലയ ശുശ്രൂഷകരെ. ഉത്തരം സി സേവകരെ. ചോദ്യം 33. അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതിനുശേഷം യേശു എവിടേക്കാണ് പോകുന്നത്? എ പിതാവിൻ്റെ അടുത്തേക്ക്, ബി അയച്ചവൻ്റെ പക്കലേക്ക്, സി വിളിച്ചവൻ്റെ അടുത്തേക്ക്, ഡി അയച്ചവൻ്റെ അടുത്തേക്ക്. ഉത്തരം ഡി അയച്ചവൻ്റെ അടുത്തേക്ക്. ചോദ്യം 34. യേശു മഹത്വീകരിക്കപ്പെടുമ്പോൾ നൽകപ്പെടുന്നത് എന്ത്? എ ആത്മാവ്, ബി നിത്യജീവൻ, സി ജീവൻ്റെ അപ്പം, ഡി ദൈവകൃപ. ഉത്തരം എ ആത്മാവ്. ചോദ്യം 35. യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ ആരാണെന്നാണ് ചിലർ പറഞ്ഞത്? എ തച്ചൻ്റെ മകൻ, ബി ഗലീലിയൻ, സി രക്ഷകൻ, ഡി പ്രവാചകൻ. ഉത്തരം ഡി പ്രവാചകൻ. ചോദ്യം 36. യേശു എവിടെ നിന്നാണ് വരുന്നതെന്ന് എവിടെയാണ് പറയുന്നത്? എ മോശയുടെ ഗ്രന്ഥത്തിൽ, ബി പ്രവാചക ഗ്രന്ഥത്തിൽ, സി വിശുദ്ധ ലിഖിതത്തിൽ, ഡി സങ്കീർത്തനങ്ങളിൽ. ഉത്തരം സി വിശുദ്ധ ലിഖിതത്തിൽ. ചോദ്യം 37. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആരാണ് ഇത് പറഞ്ഞത്? എ പടയാളികൾ, ബി സേവകന്മാർ, സി അയക്കപ്പെട്ടവർ, ഡി ദൂതന്മാർ. ഉത്തരം ബി സേവകന്മാർ. ചോദ്യം 38. നിങ്ങളും വഞ്ചിതരായോ? ഇത് ആരുടെ ചോദ്യമാണ്? എ നിയമജ്ഞർ, ബി പുരോഹിത പ്രമുഖർ, സി ഫരിസേയർ, ഡി യഹൂദ പ്രമാണികൾ. ഉത്തരം സി ഫരിസേയർ. ചോദ്യം 39. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ആരാണ് ഇങ്ങനെ ചോദിക്കുന്നത്? എ സക്കേവൂസ്, ബി ഒരു നിയമജ്ഞൻ, സി ഒരു ഫരിസേയൻ, ഡി നിക്കോദേമോസ്. ഉത്തരം ഡി നിക്കോദേമോസ്. ചോദ്യം 40. എവിടെ നിന്നാണ് അതിരാവിലെ യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത്? എ ഒലിവ് മലയിൽ നിന്ന്, ബി ബഥാനിയായിൽ നിന്ന്, സി കഫർനാമിൽ നിന്ന്, ഡി ഗലീലിയിൽ നിന്ന്. ഉത്തരം എ ഒലിവ് മലയിൽ നിന്ന്. ചോദ്യം 41. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരാണ്? എ നിയമജ്ഞരും ഫരിസേയരും, ബി നിയമജ്ഞരും പുരോഹിതരും, സി പുരോഹിതരും ലേവ്യരും, ഡി യഹൂദരും ഫരിസേയരും. ഉത്തരം എ നിയമജ്ഞരും ഫരിസേയരും. ചോദ്യം 42. യോഹന്നാൻ 8:11 സമാനമായ വാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വേറെ എവിടെയാണ് കാണുന്നത്? ഉത്തരം എ യോഹന്നാൻ 4:14, ബി യോഹന്നാൻ 7:15, സി യോഹന്നാൻ 15:14, ഡി യോഹന്നാൻ 5:14. ഉത്തരം
ഡി യോഹന്നാൻ 5:14. ചോദ്യം 43. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. ആരുടെ വാക്കുകളാണിത്? എ നിയമജ്ഞർ, ബി യഹൂദർ, സി ഫരിസേയർ, ഡി പുരോഹിത പ്രമുഖർ. ഉത്തരം സി ഫരിസേയർ. ചോദ്യം 44. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? എ നിയമാവർത്തന പുസ്തകത്തിൽ, ബി നിയമത്തിൽ, സി സങ്കീർത്തനങ്ങളിൽ, ഡി മോശയുടെ നിയമത്തിൽ. ഉത്തരം ബി നിയമത്തിൽ. ചോദ്യം 45. യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും അവനെ പിടിച്ചില്ല. കാരണമെന്ത്? എ അവൻ ജനങ്ങളെ ഭയപ്പെട്ടു, എ അവർ ജനങ്ങളെ ഭയപ്പെട്ടു, ബി അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു, സി അവൻ്റെ സമയം ഇനിയും ആയിട്ടില്ലായിരുന്നു, ഡി അവൻ്റെ ചുറ്റും ജനങ്ങളായിരുന്നതിനാൽ. ഉത്തരം ബി അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. ചോദ്യം 46. ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ ഡാഷ് നിങ്ങൾ മരിക്കും. പൂരിപ്പിക്കുക. എ പ്രവൃത്തികളാൽ, ബി നിയമത്താൽ, സി പാപത്തിൽ, ഡി അവിശ്വാസത്താൽ. ഉത്തരം സി പാപത്തിൽ. ചോദ്യം 47. ഡാഷിനെക്കുറിച്ചാണ് യേശു തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. പൂരിപ്പിക്കുക. എ മനുഷ്യനെ, ബി യോഹന്നാനെ, സി സ്നാപകനെ, ഡി പിതാവിനെ. ഉത്തരം ഡി പിതാവിനെ. ചോദ്യം 48. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? എ തന്നിൽ വിശ്വസിച്ച ജനങ്ങളോട്, ബി തന്നെ അനുഗമിച്ച ജനങ്ങളോട്, സി വചനത്തിൽ വിശ്വസിച്ച യഹൂദരോട്, ഡി തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. ഉത്തരം ഡി തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. ചോദ്യം 49. യേശുവിൽ വിശ്വസിച്ച യഹൂദർ ആരുടെ സന്തതികളാണെന്നാണ് അവകാശപ്പെടുന്നത്? എ ദൈവം, ബി പിതാവ്, സി അബ്രാഹം, ഡി മോശ. ഉത്തരം സി അബ്രാഹം. ചോദ്യം 50. ആരാണ് ആദ്യം മുതൽ കൊലപാതകി? എ ദുഷ്ടൻ, ബി പിശാച്, സി വഞ്ചകൻ, ഡി സർപ്പം. ഉത്തരം ബി പിശാച്. ചോദ്യം 51. ആരാണ് ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നവൻ? എ പിതാവിൽ നിന്നുള്ളവൻ, ബി പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവൻ, സി ദൈവത്തിൽ നിന്നുള്ളവൻ, ഡി ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നവൻ. ഉത്തരം സി ദൈവത്തിൽ നിന്നുള്ളവൻ. ചോദ്യം 52. ആരാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? എ സ്വർഗം, ബി ദൈവം, സി യോഹന്നാൻ, ഡി പിതാവ്. ഉത്തരം ഡി പിതാവ്. ചോദ്യം 53. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ആരാണ് ആനന്ദിച്ചത്? എ പിതാവായ അബ്രാഹം, ബി മോശ, സി ദാവീദ്, ഡി ഏലിയ. ഉത്തരം എ പിതാവായ അബ്രാഹം. ചോദ്യം 54. റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇത് ആരുടെ ചോദ്യമാണ്? എ ഫരിസേയരുടെ, ബി നിയമജ്ഞരുടെ, സി യഹൂദരുടെ, ഡി ശിഷ്യന്മാരുടെ. ഉത്തരം ഡി ശിഷ്യന്മാരുടെ. ചോദ്യം 55. പകലായിരിക്കുവോളം ചെയ്യേണ്ടത് എന്ത്? എ പിതാവിൻ്റെ പ്രവൃത്തികൾ, ബി സത്യത്തിന് സാക്ഷ്യം വഹിക്കുക, സി എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ, ഡി എന്നെ അയച്ചവൻ്റെ വചനം പ്രഘോഷിക്കുക. ഉത്തരം സി എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 56. എന്തു പറഞ്ഞിട്ടാണ് യേശു നിലത്ത് തുപ്പിയത്? എ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ബി ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, സി ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഡി ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ പ്രകാശമാണ്. ഉത്തരം ബി ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ചോദ്യം 57.
സീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം? എ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ബി സൗഖ്യം നൽകുന്നവൻ, സി അയക്കപ്പെട്ടവൻ, ഡി വിളിക്കപ്പെട്ടവൻ. ഉത്തരം സി അയക്കപ്പെട്ടവൻ. ചോദ്യം 58. മുൻപ് അന്ധനായിരുന്നവനെ ആരുടെ അടുത്താണ് കൊണ്ടുവന്നത്? എ പുരോഹിത പ്രമുഖരുടെ, ബി നിയമജ്ഞരുടെ, സി യഹൂദ പ്രമാണികളുടെ, ഡി ഫരിസേയരുടെ. ഉത്തരം ഡി ഫരിസേയരുടെ. ചോദ്യം 59. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. ആരാണ് ഇത് പറഞ്ഞത്? എ ഫരിസേയരിൽ ചിലർ, ബി നിയമജ്ഞരിൽ ചിലർ, സി യഹൂദരിൽ ചിലർ, ഡി ജനങ്ങളിൽ ചിലർ. ഉത്തരം എ ഫരിസേയരിൽ ചിലർ. ചോദ്യം 60. പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം ഡാഷ് പ്രവർത്തിക്കാൻ കഴിയും? പൂരിപ്പിക്കുക. എ അത്ഭുതങ്ങൾ, ബി നന്മ, സി അടയാളങ്ങളിലൂടെ, ഡി അടയാളങ്ങൾ. ഉത്തരം ഡി അടയാളങ്ങൾ. ചോദ്യം 61. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കളെ വിളിച്ചു ചോദിക്കുവോളം വിശ്വസിക്കാതിരുന്നവർ ആര്? എ ഫരിസേയർ, ബി നിയമജ്ഞർ, സി യഹൂദർ, ഡി പുരോഹിതർ. ഉത്തരം സി യഹൂദർ. ചോദ്യം 62. നിങ്ങളും അവൻ്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ? ആരാണ് ചോദിച്ചത്? എ നിക്കദേമോസ്, ബി അന്ധനായിരുന്നവൻ, സി ഫരിസേയൻ, ഡി നിയമജ്ഞൻ. ഉത്തരം ബി അന്ധനായിരുന്നവൻ. ചോദ്യം 63. ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാണ് പറയുന്നത്? എ തിന്മ പ്രവർത്തിക്കുന്നവരുടെ, ബി അവിശ്വാസികളുടെ, സി പാപികളുടെ, ഡി അനീതി പ്രവർത്തിക്കുന്നവരുടെ. ഉത്തരം സി പാപികളുടെ. ചോദ്യം 64. യേശു സുഖപ്പെടുത്തിയ അന്ധനെ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത്? എ മിശിഹായിൽ നീ വിശ്വസിക്കുന്നുവോ, ബി ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ, സി നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ, ഡി മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ. ഉത്തരം ഡി മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ. ചോദ്യം 65. യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? എ സത്യത്തിന് സാക്ഷ്യം നൽകാൻ, ബി ലോകത്തിന് ജീവൻ നൽകാൻ, സി ന്യായവിധിക്ക്, ഡി പാപമോചനത്തിന്. ഉത്തരം സി ന്യായവിധിക്ക്. ചോദ്യം 66. ഏത് ഉപമ പറഞ്ഞപ്പോഴാണ് തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് ഫരിസേയർ മനസ്സിലാക്കാതിരുന്നത്? എ നാണയത്തിൻ്റെ ഉപമ, ബി കൃഷിക്കാരൻ്റെ ഉപമ, സി നല്ല ഇടയൻ്റെ ഉപമ, ഡി ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. ഉത്തരം ഡി ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. ചോദ്യം 67. അധ്യായവും വാക്യവും ഏത്? അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. എ യോഹന്നാൻ 12:19, ബി യോഹന്നാൻ 11:28, സി യോഹന്നാൻ 9:9, ഡി യോഹന്നാൻ 10:22. ഉത്തരം എ യോഹന്നാൻ 12:19. ചോദ്യം 68. സമാനവാക്യം അല്ലാത്തത് ഏത്? യോഹന്നാൻ 10:16, എ ഏശയ്യ 56:8, ബി യോഹന്നാൻ 11:52, സി 1 പത്രോസ് 2:25, ഡി എസക്കിയേൽ 24:33. ഉത്തരം ഡി എസക്കിയേൽ 24:33. ചോദ്യം 69. സമാനവാക്യം അല്ലാത്തത് ഏത്? യോഹന്നാൻ 10:11, എ സങ്കീർത്തനങ്ങൾ 123:11, ബി ഏശയ്യ 40:11, സി എസക്കിയേൽ 34:15, ഡി ഹെബ്രായർ 13:20. ഉത്തരം എ സങ്കീർത്തനങ്ങൾ 123:11. ചോദ്യം 70. സമാനവാക്യം ഏത്? യോഹന്നാൻ 11:35, എ റോമ 10:12, ബി ലൂക്ക 19:41, സി സക്കറിയ 3:13,
ഡി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:14. ഉത്തരം ബി ലൂക്ക 19:41. ചോദ്യം 71. സമാനവാക്യം ഏത്? യോഹന്നാൻ 12:15. എ 1 കോറിന്തോസ് 7:11. ബി ഗലാത്തിയ 8:14. സി സക്കറിയ 9:9. ഡി മത്തായി 12:8. ഉത്തരം സി സക്കറിയ 9:9. ചോദ്യം 72. അധ്യായവും വാക്യവും ഏത്? ദീദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. എ യോഹന്നാൻ 10:19. ബി യോഹന്നാൻ 7:28. സി യോഹന്നാൻ 12:9. ഡി യോഹന്നാൻ 11:16. ഉത്തരം ഡി യോഹന്നാൻ 11:16. ചോദ്യം 73. അധ്യായവും വാക്യവും ഏത്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എ യോഹന്നാൻ 10:19. ബി യോഹന്നാൻ 10:1. സി യോഹന്നാൻ 11:9. ഡി യോഹന്നാൻ 5:16. ഉത്തരം ബി യോഹന്നാൻ 10:1. ചോദ്യം 74. അധ്യായവും വാക്യവും ഏത്? യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. എ യോഹന്നാൻ 5:19. ബി യോഹന്നാൻ 10:1. സി യോഹന്നാൻ 4:1. ഡി യോഹന്നാൻ 7:19. ഉത്തരം സി യോഹന്നാൻ 4:1. ചോദ്യം 75. അധ്യായവും വാക്യവും ഏത്? ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. എ യോഹന്നാൻ 6:15. ബി യോഹന്നാൻ 10:14. സി യോഹന്നാൻ 11:13. ഡി യോഹന്നാൻ 7:53. ഉത്തരം ഡി യോഹന്നാൻ 7:53. ചോദ്യം 76. പൂരിപ്പിക്കുക. ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ ഡാഷ് പറയുന്നത്? എ വിശുദ്ധ ഗ്രന്ഥം. ബി വിശുദ്ധ ലിഖിതം. സി പ്രവാചക ഗ്രന്ഥം. ഡി പ്രവചനങ്ങൾ. ഉത്തരം ബി വിശുദ്ധ ലിഖിതം. ചോദ്യം 77. പൂരിപ്പിക്കുക. അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി. ഡാഷ് പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എ സീലോഹ കുളത്തിൽ. ബി ബത്സദായിൽ. സി ബത്സദ കുളത്തിൽ. ഡി സീലോഹായിൽ. ഉത്തരം ഡി സീലോഹായിൽ. ചോദ്യം 78. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് വിസ്മയിച്ചത് ആര്? എ ഫരിസേയർ. ബി ജനങ്ങൾ. സി യഹൂദർ. ഡി നിയമജ്ഞർ. ഉത്തരം സി യഹൂദർ. ചോദ്യം 79. ജഡത്തിന് എതിരായിട്ടുള്ളത് എന്ത്? എ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ. ബി പരിശുദ്ധാത്മാവിൻ്റെ അഭിലാഷങ്ങൾ. സി ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ. ഡി ആത്മാവിൻ്റെ അശുദ്ധി. ഉത്തരം എ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ. ചോദ്യം 80. ആരാണ് സ്വതന്ത്ര? എ സ്വർഗീയ ജെറൂസലേം. ബി ജെറൂസലേം പുത്രിമാർ. സി സാറ. ഡി ആത്മീയ ജെറൂസലേം. ഉത്തരം എ സ്വർഗീയ ജെറൂസലേം. ചോദ്യം 81. നമ്മൾ ആരെപ്പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ്? എ യേശു. ബി അബ്രാഹം. സി ഇസഹാക്ക്. ഡി മെൽക്കിസദേക്ക്. ഉത്തരം സി ഇസഹാക്ക്. ചോദ്യം 82. ഡാഷ് നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പൂരിപ്പിക്കുക. എ പാപത്തിൻ്റെ. ബി അടിമത്തത്തിൻ്റെ. സി തിന്മയുടെ. ഡി അന്ധകാരത്തിൻ്റെ. ഉത്തരം ബി അടിമത്തത്തിൻ്റെ. ചോദ്യം 83. എന്തിലൂടെ നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് കാത്തിരിക്കുന്നത്?
എ ആത്മാവിലൂടെ വിശ്വാസം വഴി, ബി വാഗ്ദാനത്തിലൂടെ വിശ്വാസം വഴി, സി പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി, ഡി പരിശുദ്ധാത്മാവിലൂടെ വാഗ്ദാനം വഴി. ഉത്തരം സി പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി. ചോദ്യം 84. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ ഡാഷ് ആണ് സുപ്രധാനം. പൂരിപ്പിക്കുക. എ സുവിശേഷ പ്രഘോഷണം, ബി ജീവിതം, സി സാക്ഷ്യം, ഡി വിശ്വാസം. ഉത്തരം ഡി വിശ്വാസം. ചോദ്യം 85. ആത്മാവിന് എതിരായിട്ടുള്ളത് എന്ത്? എ ജഡമോഹങ്ങൾ, ബി ജഡത്തിൻ്റെ പ്രവണത, സി പാപം, ഡി ജഡികാസക്തികൾ. ഉത്തരം എ ജഡമോഹങ്ങൾ. ചോദ്യം 86. ആരാണ് വാഗ്ദാനപ്രകാരം ജനിച്ചത്? എ ക്രിസ്തു, ബി അബ്രാഹത്തിൻ്റെ പുത്രൻ, സി ഇസഹാക്ക്, ഡി സ്വതന്ത്രയുടെ പുത്രൻ. ഉത്തരം ഡി സ്വതന്ത്രയുടെ പുത്രൻ. ചോദ്യം 87. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ എന്തിന് അധീനരായി കഴിഞ്ഞവരെയാണ് വിമുക്തരാക്കിയത്? എ പാപത്തിന്, ബി തിന്മയ്ക്ക്, സി നിയമത്തിന്, ഡി പിശാചിന്. ഉത്തരം സി നിയമത്തിന്. ചോദ്യം 88. അധ്യായവും വാക്യവും ഏത്? സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ. എ ഗലാത്തിയ 3:13, ബി ഗലാത്തിയ 5:13, സി ഗലാത്തിയ 6:14, ഡി ഗലാത്തിയ 2:15. ഉത്തരം ബി ഗലാത്തിയ 5:13. ചോദ്യം 89. ആരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്ര അട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്നാണ് ഫിലിസ്തീയർ തിരക്കിയത്? എ ഇസ്രായേല്യരുടെ, ബി ഹെബ്രായരുടെ, സി യഹൂദരുടെ, ഡി മൊവാബ്യരുടെ. ഉത്തരം ബി ഹെബ്രായരുടെ. ചോദ്യം 90. പാളയത്തിൽ ആര് എത്തിയിട്ടുണ്ടെന്നാണ് ഭയചകിതരായി ഫിലിസ്തീയർ പറഞ്ഞത്? എ ദൈവദൂതന്മാർ, ബി ദൈവപുരുഷൻ, സി ദേവന്മാർ, ഡി മല്ലന്മാർ. ഉത്തരം സി ദേവന്മാർ. ചോദ്യം 91. ആരാണ് ഫിലിസ്തീയർക്ക് അടിമകളായിരുന്നത്? എ ഇസ്രായേല്യർ, ബി ജബൂസ്യർ, സി എഥോമ്യർ, ഡി ഹെബ്രായർ. ഉത്തരം ഡി ഹെബ്രായർ. ചോദ്യം 92. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ എത്ര പടയാളികൾ നിലം പതിച്ചു? എ 30,000, ബി 3000, സി 34,000, ഡി 20,000. ഉത്തരം എ 30,000. ചോദ്യം 93. ഫിനെഹാസിൻ്റെ പുത്രൻ്റെ പേര്? എ ഇസഹാക്ക്, ബി യാക്കോബ്, സി ഇക്കാബോദ്, ഡി ഇസാക്കർ. ഉത്തരം സി ഇക്കാബോദ്. ചോദ്യം 94. ദൈവത്തിൻ്റെ പേടകം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? എ എക്രോണിൽ നിന്ന് അഷ്തോദിലേക്ക്, ബി എബ്നേസറിൽ നിന്ന് അഷ്തോദിലേക്ക്, സി അഷ്തോദിൽ നിന്ന് എബ്നേസറിലേക്ക്, ഡി എബ്നേസറിൽ നിന്ന് അഷ്കലോണിലേക്ക്. ഉത്തരം ബി എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്. ചോദ്യം 95. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം എവിടേക്ക് കൊണ്ടുപോകാമെന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കൾ പറഞ്ഞത്? എ അഷ്ദോദിലേക്ക്, ബി അഷ്കലോണിലേക്ക്, സി ഗത്തിലേക്ക്, ഡി എബ്നേസറിലേക്ക്. ഉത്തരം സി ഗത്തിലേക്ക്. ചോദ്യം 96. ഗത്തിലുള്ളവർ കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടപ്പോൾ പേടകം എവിടേക്കാണ് കൊണ്ടുപോയത്? എ അഷ്ദോദിലേക്ക്, ബി അഷ്കലോണിലേക്ക്, സി എബ്നേസറിലേക്ക്, ഡി എക്രോണിലേക്ക്. ഉത്തരം ഡി എക്രോണിലേക്ക്. ചോദ്യം 97. പേടകം എക്രോണിലെത്തിയപ്പോൾ ആരാണ് മുറവിളി കൂട്ടിയത്? എ തദ്ദേശവാസികൾ, ബി ഫിലിസ്തീയർ, സി ജനങ്ങൾ, ഡി ദേശവാസികൾ. ഉത്തരം എ തദ്ദേശവാസികൾ. ചോദ്യം 98. പൂരിപ്പിക്കുക.
കിരിയാത്ത് യെയാറിമിലെ ആളുകൾ വന്ന് കർത്താവിൻ്റെ പേടകം ഡാഷ് താമസിച്ചിരുന്ന അമിനാദാബിൻ്റെ ഭവനത്തിൽ എത്തിച്ചു. എ മലമുകളിൽ, ബി ഗിരിമുകളിൽ, സി താഴ്വരയിൽ, ഡി ഗിരിപ്രദേശത്ത്. ഉത്തരം ബി ഗിരിമുകളിൽ. ചോദ്യം 99. അധ്യായവും വാക്യവും ഏത്? കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. എ 1 സാമുവേൽ 6:10, ബി 1 സാമുവേൽ 5:15, സി 1 സാമുവേൽ 4:5, ഡി 1 സാമുവേൽ 7:18. ഉത്തരം സി 1 സാമുവേൽ 4:5. ചോദ്യം 100. സംഖ്യയുടെ പുസ്തകത്തിലെ ഏതു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ 70 ബേത്ഷെമെശുകാർ വധിക്കപ്പെടുന്നത്? എ സംഖ്യ 7:6, ബി സംഖ്യ 9:11, സി സംഖ്യ 5:13, ഡി സംഖ്യ 4:20. ഉത്തരം ഡി സംഖ്യ 4:20. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.